ജീവിതം വെല്ലുവിളികളും തോൽവികളും അവസരങ്ങളും നിറഞ്ഞ ഒരു യാത്ര. നമ്മൾ എത്ര തവണ വീഴുന്നു എന്നതല്ല, എത്ര തവണ നമ്മൾ ഉണർന്ന് വീണ്ടും ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യമാകുന്നത്. തന്റെ സ്വപ്നങ്ങളെ ജയിക്കാൻ അസാധാരണമായ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച ജോൺ എന്ന യുവാവിന്റെ കഥയാണത്. ജോൺ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചത്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നേ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവസരങ്ങളും അകലെയായിരുന്നു. അവന്റെ കുടുംബം അന്നന്നുള്ള ജീവിതത്തിന് വേണ്ടി പോരാടുകയായിരുന്നു. അതിനാൽ വിദ്യാഭ്യാസം ഒരു സ്വപ്നം മാത്രമായി തോന്നിയിരുന്നു. പക്ഷേ ജോണിന് പഠിക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹമുണ്ടായിരുന്നു. അനേകം വെല്ലുവിളികൾക്കിടയിലും അവൻ പഠിക്കാനുള്ള വഴികൾ കണ്ടുപിടിച്ച് പഠനം തുടർന്നു. തന്റെ സ്ഥിരോത്സാഹവും ആത്മവിശ്വാസവും അവനെ പഠനത്തിൽ ഉന്നതിയിലേക്ക് എത്തിച്ചു. ഒരാൾ എന്തു പഠിച്ചാലും അതിന്റെ മൂല്യം മനസ്സിലാക്കുകയും അത് ജീവിതത്തിലെ പടവുകൾ കടക്കാൻ ഉപയോഗിക്കുകയും വേണം. ജോൺ ഇത് മനസ്സിലാക്കിയിരുന്നു. അവൻ വിദ്യാഭ്യാസത്തെ തന്റെ ജീവിതം മാറ്റിയെടുക്കാനുള്ള ഒരു പ്രധാന ഉപാധിയാക്കി. പഠനത്തിലൂടെ മാത്രമേ തന്റെ കുടുംബത്തെയും സമൂഹത്തെയും ഒരു പുതിയ നിലയിലേക്ക് ഉയർത്താനാവൂ എന്ന് അവൻ മനസ്സിലാക്കി. സാമ്പത്തിക പ്രശ്നങ്ങൾ ജോണിന്റെ വിദ്യാഭ്യാസ യാത്രയെ ഏറെ ബാധിച്ചു. കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പലപ്പോഴും സ്കൂളിൽ പോകാൻ പോലും ജോണിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നാൽ അവൻ തിരിഞ്ഞു നിൽക്കാതെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് പണം കണ്ടെത്തി. പത്രവിതരണത്തിന് പോവുകയും ഭക്ഷണശാലകളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുകയും സ്കോളർഷിപ്പുകൾ നേടിയെടുത്ത് അതിലൂടെ സാമ്പത്തികം കണ്ടെത്തുകയും അതുവഴി പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആ കഠിനാധ്വാനത്തിലൂടെ തന്നെ സർവകലാശാലയിൽ പ്രവേശനം നേടിയെടുത്തു. അവിടെയും വെല്ലുവിളികൾ ഏറെയായിരുന്നു. ജോലിയും പഠനവും തമ്മിൽ ബാലൻസ് ചെയ്യേണ്ടി വന്നത് വലിയ ഒരു പരീക്ഷണമായിരുന്നു. പഠനത്തിൽ മികച്ച വിജയം കൈവരിക്കണം എന്ന ആഗ്രഹം അവനെ വളരെയധികം പ്രചോദിപ്പിച്ചു. അവന്റെ പഠനത്തിലെ മികവ് കണ്ട് അവന്റെ അധ്യാപകരും സുഹൃത്തുക്കളും അവനെ പിന്തുണച്ചു. ഇതെല്ലാം തന്നെ അവനെ നല്ല രീതിയിൽ പഠിക്കാൻ സഹായിച്ചു. ചിലപ്പോഴൊക്കെ ജീവിതം നീതിയില്ലാത്തതുപോലെ തോന്നും. ജോൺ പലപ്പോഴും കടുത്ത നിരാശ അനുഭവിച്ചു. എന്നാൽ അവൻ കഠിനാധ്വാനം തുടർന്നുകൊണ്ടേയിരുന്നു. പരീക്ഷകളിൽ പരാജയപ്പെട്ടപ്പോൾ അതിനെ ഒരു അവസരമായി കണ്ട് പാഠങ്ങൾ പഠിച്ചു. പിന്നെ അവൻ കൂടുതൽ ശ്രദ്ധയോടെ പഠനം തുടർന്നുകൊണ്ട് അവന്റെ മാർക്കുകൾ മെച്ചപ്പെട്ടു. ഉന്നത പഠനം കഴിഞ്ഞ ശേഷം ജോൺ ഒരു മികച്ച കമ്പനിയിൽ ജോലി ലഭിച്ചു. ആദ്യകാലത്ത് അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അവിടുത്തെ സംസ്കാരവുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുകയും അതിനനുസരിച്ച് അവനെ സ്വയം രൂപപ്പെടുത്തുകയും ചെയ്തു. അതിലൂടെ അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ജോണിന് കഴിഞ്ഞു. തന്റെ കഴിവുകൾ തെളിയിച്ച ശേഷം ജോൺ അധിക ചുമതലകൾ ഏറ്റെടുത്തു തുടങ്ങി. അവന്റെ ഉത്സാഹവും കഠിനാധ്വാനവുമാണ് അവനെ പുതിയ ഉയരങ്ങളിൽ എത്തിച്ചത്. മാനേജ്മെന്റ് അവന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് സ്ഥാനക്കയറ്റങ്ങൾ നൽകി. ജോലി ചെയ്യുമ്പോൾ താൻ മറ്റുള്ളവർക്കും സഹായിക്കണമെന്ന കാര്യം അവൻ മറന്നില്ല. ജോൺ അവന് മാത്രം വിജയിച്ചാൽ മതിയെന്ന് കരുതിയില്ല. സമൂഹത്തിനും കുറച്ച് നൽകണമെന്നത് അവന്റെ ആഗ്രഹമായിരുന്നു. അതിനാൽ അവൻ പിന്നാക്ക മേഖലയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതികൾ ആരംഭിച്ചു. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരു വ്യവസായിയും ഒരു പരോപകാരിയുമായി ഉയർന്ന് അനേകം ആളുകൾക്ക് പ്രചോദനമായി തീരാൻ ജോണിന് കഴിഞ്ഞു. ഒരു ദിവസം ഒരു സമ്മേളനത്തിൽ ജോണിനെ സംസാരിക്കാൻ ക്ഷണിച്ചു. അവൻ തന്റെ ജീവിതകഥ പങ്കുവച്ചു. സ്ഥിരോത്സാഹവും ലക്ഷ്യബോധവും വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെയും കുറിച്ചും അവ ഒരിക്കലും കൈയൊടിയരുതെന്നും ഒരു സന്ദേശം അവൻ എല്ലാവർക്കും നൽകി. അവന്റെ വാക്കുകൾ അനേക യുവാക്കൾക്ക് പ്രചോദനമായി. അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ ജോണിന്റെ അനുഭവങ്ങൾ അവരെ പ്രേരിപ്പിച്ചു. തന്റെ സേവന പ്രവർത്തനങ്ങൾ വേഗത്തിൽ വിപുലീകരിച്ചു ജോൺ. പിന്നാക്ക വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നതിനായി ഒരു ഫൗണ്ടേഷൻ ആരംഭിച്ചു. ഗ്രാമീണ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ചു. ഈ പ്രവർത്തനങ്ങൾ അനേകം കുട്ടികളുടെ ജീവിതം മാറ്റിമറിച്ചു. അവന്റെ ഒട്ടനവധി നേട്ടങ്ങൾക്കിടയിലും ജോൺ എപ്പോഴും വിനയത്തോടെ ജീവിച്ചു. പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും പരാജയങ്ങളിൽ നിന്ന് പഠിക്കുകയും അവന്റെ ചുറ്റുമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കഠിനാധ്വാനവും മാനസിക ശക്തിയും കൊണ്ടുള്ള വിജയത്തിന്റെ ഒരു ഉത്തമ മാതൃകയായി ജോൺ മാറി. ജോൺ നമുക്ക് പഠിപ്പിക്കുന്നത് ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ വിജയത്തെ നിർണ്ണയിക്കുന്നില്ല, മറിച്ച് നമ്മുടെ മനോഭാവവും പ്രവൃത്തികളും വിജയത്തിനുള്ള വഴികാട്ടികളാണ്. വെല്ലുവിളികൾ എല്ലായ്പ്പോഴും ഉണ്ടാകും, പക്ഷേ സ്ഥിരതയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാം. ജീവിതത്തിൽ
എവിടെയായാലും ഒരിക്കലും ആത്മവിശ്വാസം കൈവിടരുത്. മുന്നോട്ടു പോവുക. വലിയ ലക്ഷ്യങ്ങൾ കരുതുക. ഏറ്റവും പ്രധാനമായും നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. ജോണിന്റെ കഥ നമ്മളെ പ്രചോദിപ്പിക്കുന്നതും പ്രതീക്ഷ നൽകുന്നതുമായ ഒന്നാണ്. ഒരാൾക്ക് തന്റെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാനാകുമെന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുകയും വിശ്വസിക്കുകയും ചെയ്താൽ വിജയിക്കാമെന്ന സന്ദേശമാണ് ജോൺ നമുക്ക് നൽകുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾക്കും ഇത് സാധിക്കും.